ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കാസർഗോഡൻ സ്റ്റൈലിലുള്ള മുട്ട പൊരിച്ചതാണ്. അപ്പം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പുഴുക്കലരി ചോറാണ്. അപ്പം നല്ല ചൂടോടെയുള്ള ചോറ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതും 1/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചൂടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന്. അതുപോലെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇതുപോലെ മാഷ് ചെയ്തെടുക്കണം. ചൂട് ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചൂട് ചോറ് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ചോറൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. പിന്നെ അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത സവാള, തേങ്ങ, ചോറ് എല്ലാം കൂടെ ഒന്ന് മാഷായി വരുമ്പോൾ പ്രത്യേക പറഞ്ഞൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങളെ തറവാട്ടിലൊക്കെ മുമ്പേ ചെയ്യാറുള്ള മുട്ട പൊരിച്ചതാണിത്. കാസർഗോഡുകാർക്ക് ഇതൊരു പുതുമയായിരിക്കില്ല, പക്ഷെ പുറത്തുനിന്നുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരു പുതുമയായിരിക്കും. ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മോം സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട്. സ്ഥിരം ഞങ്ങളെ വീട്ടിലൊക്കെ ചെയ്യാറുള്ള മുട്ട പൊരിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മാഷ് ചെയ്യാം കേട്ടോ. ചോറ് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ നന്നായിട്ടൊക്കെ മാഷ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ചോറൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലോട്ടിന് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ 5 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 4 മുട്ട വേണമെങ്കിൽ 4 മുട്ട ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 5 ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഉപ്പൊക്കെ നോക്കാം ഈ ഒരു സമയത്ത് പാകത്തിനുണ്ടോയെന്ന്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇത് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു മുരിഞ്ഞ് വരുമ്പോൾ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറും ഒക്കെ ശരിക്കും കിട്ടുന്നത്. ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ പറ്റൂല എന്നല്ല, ടേസ്റ്റ് കറക്റ്റ് ശരിക്കും കിട്ടണമെങ്കിൽ ഇരുമ്പ് ചട്ടി എടുക്കുക. ഇത് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ഒരു റെസിപ്പി. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഇരുമ്പ് ചട്ടിയിൽ തന്നെയാണ് അപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലൊരു ഇരുമ്പ് ചട്ടി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. നല്ല ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിതിലോട്ട് നമ്മളുണ്ടാക്കിയ കൂട്ട് പകുതിയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറക്കുക ഈ ഒരു സമയത്ത്. ഈ ഒരു ഇരുമ്പ് ചട്ടി ഞാൻ മിനിയാന്ന് കൽത്തപ്പം എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു ഫ്രൈ പാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ സെറ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നേരെ പകുതി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അടിഭാഗം ഇനി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ മുകൾ ഭാഗം കണ്ടില്ലേ വേവാത്ത പോലെയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ സാവധാനം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അടിഭാഗം പെട്ടെന്ന് വെന്തോളും. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ഇച്ചിരി ഫ്ലെയിം കൂട്ടാം, പിന്നീട് കുറച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കുറക്കാം കേട്ടോ. കുറേ നേരം ഫ്ലെയിം കൂട്ടി വെക്കരുത്. മറ്റേ സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം. നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഒരു പറഞ്ഞൊരു സ്മെല്ലാണ് മുട്ട പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ. പ്രത്യേകിച്ച് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ. ഈ ഒരു ഇരുമ്പ് ചട്ടി ഇൻഡസ് വാലി എന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത് മയപ്പെടുത്തിയെടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. സാധാരണ ഇരുമ്പ് ചട്ടി നമ്മൾ ഒരുപാട് ഇത് കുറേ ദിവസം ഇങ്ങനെ മയപ്പെടുത്തിയെടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇതങ്ങനെ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാനൊരു കോഡ് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. ഓൾറെഡി ഇതിന് റേറ്റും കുറവാണ് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു പ്രൊഡക്റ്റും കൂടെ ഇൻഡസ് വാലിൻ്റെ വാങ്ങിയിട്ടുണ്ടായിന്. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അത് ഞാൻ ഇനി ഒരിക്കലും പരിചയപ്പെടുത്താം. അപ്പോൾ അതാ നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. ഇനി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഇതുപോലെ തന്നെ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് ഈ ഒരു മുട്ട പൊരിച്ചത്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ, ഞങ്ങൾ മുട്ട കാച്ചിയ എന്നൊക്കെ പറയും കാസർഗോഡ് സ്ലാങ്ങിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്